എല്ലാവർക്കും നമസ്കാരം. 1953 മുംബൈയിലെത്തി, സിവിരി എന്ന സ്ഥലത്തെത്തി. 1955 ചെമ്പൂർ തിലക് നഗർ. അതിനുശേഷം 1962 ദീവ. ദെൻ 1963 മുതൽ ഡോംബിവലി. ഡോംബിവലി മലയാളികളിൽ ഇന്ന് ഉള്ളതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ആനന്ദ് ചേട്ടൻ. മലയാളി സമാജം ഉണ്ടായിരുന്നു. ആ മലയാളി സമാജം താക്കൂറിലെ മലയാളി സമാജമായിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ 3-4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഡോംബിവലി മലയാളി സമാജമായത്. അപ്പോൾ താക്കൂറിലെ ഡോംബിവലി മലയാളി സമാജമായി തീർന്നു. അതിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവ് തങ്കപ്പൻ നായർ എന്ന് പറയും, ടി ജി ടി നായരാണ് അന്നുണ്ടായിരുന്നത്. പിന്നെ ഒരു MRC നമ്പീശനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ സമാജത്തിൻ്റെ 75ാം വാർഷികമാണ്. അപ്പോൾ ഈ ഒരു 75ാം വാർഷിക ആഘോഷം നടക്കുന്ന ഈ ഒരു ദിവസത്തിൽ എന്താണ് ഒരു ഏറ്റവും മുതിർന്ന അംഗം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ സമാജത്തിൻ്റെ ഒരു 72 ഭരണസമിതി അംഗം എന്നുള്ള നിലയിൽ അംഗങ്ങളോട് ആനന്ദ് ചേട്ടന് എന്താ പറയാനുള്ളത്? എനിക്കെന്താ പറയാനുള്ളത്, ഇന്നത്തെ കമ്മിറ്റിയെ പറ്റിയിട്ട് ഞാൻ ചില അഭിപ്രായങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇന്നത്തെ കമ്മിറ്റിയുടെ പ്രവർത്തനം അത്ര ശരിയല്ല എന്നും, ഇന്നത്തെ പ്രവർത്തനം ആരും 3-4 ആളെ പുറത്താക്കിയെന്നോ കമ്മിറ്റിയിലുള്ള ആളെ പുറത്താക്കിയെന്നോ അങ്ങനെയൊക്കെ കേൾക്കാനുണ്ട്. പക്ഷെ ഞാനതിലേക്കൊന്നും ആക്റ്റീവായിട്ടൊന്നും ഇടപെടാറില്ല. അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ഇവിടെ അമ്പലത്തിൻ്റെ അവിടെ വന്നിരുന്നിട്ട് ആരെങ്കിലും പറയുമ്പോൾ കേൾക്കും എന്നുള്ളതല്ലാണ്ട് ഞാൻ ഈ വക കാര്യങ്ങളിലേക്കൊന്നും ഇടപെടാറില്ല. അപ്പോൾ നമുക്കും ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ആ റേഡിയോ നിവാസിൽ ഒരു സ്കൂള് തുടങ്ങി. KG ക്ലാസ്സും മറ്റും അയച്ച് അവിടെ ഒരു ശേഷം ഇത് സ്കൂൾ ഇവിടുത്തെ ഈ ബാജിപ്രഭു ചൗക്കിലെ സ്ഥലം എടുത്തത് MM ജേക്കബും ഹരിഹരൻ പൂഞ്ഞാറുമാണ്. അവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ സ്ഥലം എടുത്തത്. അവിടെ സ്കൂൾ തുടങ്ങാനായിട്ട് സ്കൂള് 4 ക്ലാസ് വരെ സ്കൂൾ തുടങ്ങുന്നത്. 72 ഞാൻ കമ്മിറ്റി മെമ്പറായി. 1972 കമ്മിറ്റി മെമ്പറായി. 72-74 2 കൊല്ലം കമ്മിറ്റി മെമ്പറായിരുന്നു. അതിനുശേഷം അടുത്ത 2 കൊല്ലം ജോയിൻറ്റ് സെക്രട്ടറി ആയി. അന്നത്തെ ജോയിൻറ്റ് സെക്രട്ടറി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് കലാസമിതിയുടെയും ഇതിൻ്റെയും കൂടിയിട്ടുള്ള ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. 70-കളിലൊക്കെ ഈ സമാജത്തിന് ഇതിൻ്റെ ധനസ്ഥിതി വളരെ മോശമായിരുന്നു. കാരണം ഫൈനാൻഷ്യലി വളരെ വീക്കായിരുന്നു, ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ എങ്ങനെയായിരുന്നു ഈ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്? അന്ന് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു നമുക്ക് ഫണ്ട് മറ്റു കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നത്? അന്നിനെ പറ്റി പറയുകയാണെങ്കിൽ അന്ന് 50 പൈസയാണോ 1 ഉറുപ്പിയാണോ ഒരു മാസത്തെ മെമ്പർഷിപ്പ് എന്ന് എനിക്ക് നല്ല ഓർമ്മ തോന്നുന്നില്ല. 50 പൈസ കഴിഞ്ഞാൽ 72 കാര്യം പറഞ്ഞു. ഞാൻ കമ്മിറ്റി മെമ്പറായിരിക്കുന്ന കാലത്ത് 72-73 കാലത്ത് കാലത്ത് മെമ്പർഷിപ്പ് പിരിക്കാൻ എല്ലാ മാസവും മെമ്പർഷിപ്പ് പിരിക്കാൻ ഓരോ ഏരിയയിലും രാമനഗർ ഏരിയയിൽ ഞാനും ഒരു നമ്മുടെ പ്രദീപിൻ്റെ അമ്മാവൻ മാധവൻകുട്ടി, പ്രദീപിൻ്റെ അമ്മാവനും മാധവൻകുട്ടി ഞാനും കൂടിയിട്ടാണ് ഈ ഒരു ഏരിയയിൽ മെമ്പർഷിപ്പ് ഇരിക്കാം. ആ സമയത്ത് ഞങ്ങൾ കമ്മിറ്റി കൂടുന്ന അവസരത്തിൽ ഇന്ന് കമ്മിറ്റിയിലേക്ക് ചായ കുടിക്കാനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്താൽ അടുത്ത കമ്മിറ്റിയിൽ വേറൊരു മെമ്പറുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ചായ കുടിച്ചിരുന്നത്. കമ്മിറ്റി കൂടുമ്പോൾ ചായ കുടിച്ചിരുന്നത് ചോട്ടിലൊരു ഒരു ചായക്കട ചോട്ടിലൊരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയിൽ നിന്ന് ചായ വരച്ച് ഞങ്ങൾ ചായ കുടിക്കും. ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ മാസം വേറൊരാളുടെ കമ്മിറ്റി മെമ്പറുടെ കയ്യിൽ നിന്ന് പൈസ ഇടും. അതിൻ്റെ പിന്നത്തെ മാസം വേറൊരാളുടെ കയ്യിൽ നിന്ന് കമ്മിറ്റി മെമ്പർ. അങ്ങനെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചായ കുടിക്കാൻ പൈസ എടുത്തിട്ടാണ് ഞങ്ങളുടെ കാലത്ത് 72-73 കാലത്തൊക്കെ ഞങ്ങൾ കമ്മിറ്റി കൂടിയിരുന്നത്. ഞങ്ങളെ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഒരു കലാസമിതി ഉണ്ടാക്കി. ആ കലാസമിതിയുടെ പേരായിരുന്നു ആരവം എന്നായിരുന്നു ആ കലാസമിതിയുടെ പേര് തന്നെ. ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ അവതരിപ്പിക്കും എന്ന് വാശി പിടിച്ചിട്ടുള്ള കുറേ ആൾക്കാരും ഇത് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരും അങ്ങനെ 2 വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു 5-6 ദിവസം മുൻപ് എനിക്ക് ബ്രെയിൻ ട്യൂമർ വന്നിട്ട് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ്. ബ്രെയിൻ ട്യൂമറിൻ്റെ കാരണം പ്രധാനമായിട്ടും ഈ നാടകത്തിൻ്റെ ടെൻഷനാണ് എന്നാണ് പറയപ്പെടുന്നത്.
ഇവരൊക്കെ ഞങ്ങൾ അടിക്കും പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ വന്നു. പക്ഷേ തിമോത്തി ഉള്ള കാരണത്താൽ അയാൾക്ക് അതിനെല്ലാം തട നിൽക്കാനായിട്ട് തിമോത്തിക്ക് സ്ഥാനമാറ്റം സംഭവിക്കേണ്ട പ്രധാന ശില്പി ഭവദാസും ഈ തിമോത്തിയും എല്ലാവരും എനിക്ക് പരിചയമുള്ളവരാണ്. CH രാഘവൻ, പ്രൊഫസർ അബ്രഹാം, പ്രൊഫസർ കുഞ്ഞിരാമൻ, ഇവരൊക്കെ അതിനുശേഷം ഡോക്ടർ ചെയർമാനും ഒക്കെ ആയിരിക്കുന്ന കാലത്ത് മുതിർന്ന അംഗം എന്നുള്ള നിലയിൽ ഈ പുതിയ തലമുറയോട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരോട്, യങ്സ്റ്റേഴ്സിനോട് അവരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള രണ്ട് ഇന്നത്തെ കമ്മിറ്റിയും പഴയ കമ്മിറ്റിയും കൂടെ യോജിച്ചുകൊണ്ട് ഒരു ഇത് ഉണ്ടാക്കണം. അവർ തമ്മിൽ വഴക്കും പൊക്കണവും ഇല്ലാതെ തന്നെ അവർ യോജിച്ചു കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ മലയാളി സമാജം, ആ മലയാളി സമാജത്തിൻ്റെ ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഒരു നല്ല ഭരണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളീയ സമാജം 75 വർഷത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആനന്ദചേട്ടനെ ഇന്ന് ഒന്നിങ്ങനെ കാണാനും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാനും ഉള്ള ഒരു അവസരം ഉണ്ടായി. അതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആനന്ദചേട്ട എല്ലാവിധ ആയുരാരോഗ്യങ്ങളും ജഗദീശ്വരൻ തരട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഡോംബിവിലൂടെ ഒരു മുത്തച്ഛനായിട്ട്, മലയാളികളുടെ മുത്തച്ഛനായിട്ട് ഇനിയും മുന്നോട്ടുണ്ടാകണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. എല്ലാവിധ നന്മകളും വരട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്താ പറയുക, ജോസഫിന് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്നെ പറ്റിയിട്ട് വരാനായിട്ടുള്ള ഇത് ഒരുക്കി തന്ന ജോസഫിന് ഞാൻ നന്ദി പറയുന്നു.